ഇന്ന് ഞാൻ നിങ്ങൾക്ക് സ്ട്രോബെറി വെച്ചിട്ടുള്ള രണ്ട് ഐറ്റംസ് ആണ് കാണിച്ചു തരുന്നത്. ഒന്ന് ചോക്ലേറ്റ് സോസ് വിത്ത് സ്ട്രോബെറിയും അതിന്റെ കൂടെ തന്നെ ഒരു സ്ട്രോബെറി ഷേക്കും ആണ് കാണിക്കുന്നത്. രണ്ടും നല്ല അടിപൊളി ടേസ്റ്റ് ഉള്ള ഐറ്റംസ് ആണ്. എന്നാൽ നമുക്ക് സമയം കളയാതെ ഇത് രണ്ടും എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ. അതും കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ആദ്യം തന്നെ നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയന്റ് ആയ സ്ട്രോബെറി അതൊന്ന് നല്ല വൃത്തിക്ക് ഒന്ന് കഴുകിയെടുക്കാം. അപ്പൊ അതാ നമ്മുടെ സ്ട്രോബെറി കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് അതിന്റെ മുകൾ ഭാഗത്തെ ആ ഇലയൊക്കെ ഒന്ന് മാറ്റി കൊടുത്തിട്ട് നല്ല രീതിക്ക് ഒരു 2-3 പ്രാവശ്യം തന്നെ ഇതൊന്ന് കഴുകിയെടുക്കണം. ഇപ്പൊ സ്ട്രോബെറിന്റെ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് മാർക്കറ്റുകളിൽ സുലഭമായിട്ട് നമുക്ക് സ്ട്രോബെറി കുറച്ച് വിലയൊക്കെ കുറഞ്ഞ് നമുക്ക് മേടിക്കാൻ പറ്റും. അതിന്റെ ആ ഇലയൊക്കെ ഒന്ന് എടുത്തിട്ട് 2-3 പ്രാവശ്യം നല്ല രീതിക്ക് തന്നെ ഒന്ന് കഴുകി വൃത്തിയാക്കി എടുക്കുക. അപ്പോൾ നിങ്ങൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തിരിക്കുന്ന ബെൽ ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കറക്റ്റ് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. അതുപോലെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ താഴെ കാണുന്ന ലൈക്ക് ബട്ടണും കൂടി ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സ്ട്രോബെറി നല്ല രീതിക്ക് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി അത് ചെറിയ പീസാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമുക്ക് ചോക്ലേറ്റ് സോസ് ഉണ്ടാക്കിയിട്ട് അതിൽ വെറുതെ ഡിപ്പ് ചെയ്ത് കഴിക്കാനും പറ്റും, അല്ലെങ്കിൽ ഈ ഒരു രീതിക്ക് നമുക്ക് ചെയ്യാം. ഞാനിവിടെ കട്ട് ചെയ്തിട്ടാണ് എടുക്കുന്നത്. അപ്പൊ നമുക്ക് ഈ ഉൾഭാഗത്തൊക്കെ ആ ചോക്ലേറ്റ് സോസ് ഒക്കെ ഇങ്ങനെ ഇറങ്ങിയിട്ട് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ്. അതുകൊണ്ട് ഒരു ചെറിയ പീസാക്കി ഞാനിവിടെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇതിന്റെ ആ ഒരു പുളിപ്പും അതുപോലെ തന്നെ ചോക്ലേറ്റ് സോസിന്റെ ആ ഒരു മധുരവും കുറച്ചൊരു ചോക്ലേറ്റിന് ഒരു ചമർപ്പും ഉണ്ടാവുമല്ലോ, കുറച്ചൊരു കയ്പ് ടേസ്റ്റ്, അതൊക്കെ കൂടി കലരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. അപ്പൊ ഞാനിതൊരു ഗ്ലാസ്സിലാണ് ആദ്യം ഇട്ട് കൊടുത്തത്. പക്ഷെ നമ്മൾ വീഡിയോസിന് വേണ്ടിയിട്ട് കുറച്ചും കൂടി നല്ലത് ഒരു പരന്ന പാത്രം ആയതുകൊണ്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഞാനിവിടെ അമുലിന്റെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ക്വാണ്ടിറ്റി എത്രയാണെന്നുള്ളത് നിങ്ങൾ എടുക്കണം സ്ട്രോബെറിക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഞാനിവിടെ ഏകദേശം ഒരു 50 ഗ്രാമോളം ഡാർക്ക് ചോക്ലേറ്റ് എടുക്കുന്നുണ്ട്. അപ്പൊ ഞാനിതൊന്ന് ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡബിൾ ബോയിലിങ്ങിലൂടെ മാത്രമേ നമുക്ക് ചോക്ലേറ്റ് സോസ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇത് നമുക്ക് മിൽക്ക് ചോക്ലേറ്റ് ആക്കിയിട്ട് വേണം സ്ട്രോബെറിയിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. എന്നാലേ ആ ഒരു ഡാർക്ക് ചോക്ലേറ്റിന്റെ ആ ഒരു കയ്പൊന്ന് മാറിക്കിട്ടുള്ളൂ. ഡാർക്ക് ചോക്ലേറ്റ് പറയുമ്പോൾ കുറച്ച് നല്ലൊരു ബിറ്റർ ടേസ്റ്റ് ആണ്. അത് നമ്മൾ കുറച്ചൊന്ന് സ്വീറ്റ് ആക്കി എടുക്കുകയാണ് ചെയ്യുന്നത്. ചെറിയ പീസാക്കിയിട്ട് നമുക്ക് ഇതുപോലെ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതുപോലെ കുറച്ചൊന്ന് പരന്നൊരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒന്ന് തിളപ്പിച്ചെടുക്കണം. ഇത് ഡബിൾ ബോയിലിംഗ് ആണ് എന്ന് പറയുന്നതുകൊണ്ട് തന്നെ നമ്മൾ ചോക്ലേറ്റ് ഇട്ട ആ ഒരു പാത്രം ഇതിന്റെ മുകളിൽ ഈ ഒരു രീതിക്ക് നിൽക്കുന്ന രീതിക്ക് വേണം നമുക്ക് പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയ പാത്രമായി പോകരുത്. എന്നിട്ട് ഈ ഒരു രീതിക്ക് നമുക്ക് ഇതിന്റെ മുകൾ ഭാഗത്ത് വെച്ച് കൊടുത്തിട്ട് ജസ്റ്റ് ഇതുപോലെ ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ ഒന്ന് നന്നായി മെൽറ്റായി വന്നിട്ടുണ്ട് ആ ചൂടിൽ ഇരുന്നിട്ട്. ഇനി ഇതിപ്പോ ഡാർക്ക് ചോക്ലേറ്റ് ആണല്ലോ, അപ്പൊ ഞാൻ പറഞ്ഞ രീതിക്ക് മിൽക്ക് ചോക്ലേറ്റ് ആക്കണമെന്നുണ്ടെങ്കിൽ 2 ടീസ്പൂണ് പാലാണ് ഒഴിച്ചു കൊടുത്തത്. നോർമല് നമ്മൾ തിളപ്പിച്ചെടുത്ത പാലാണെങ്കിലും കുഴപ്പമില്ല, അല്ലെങ്കിൽ നോർമല് പാക്കറ്റ് പാലാണെങ്കിലും മതി. തിളപ്പിച്ച ആറിയ പാലൊന്നും വേണമെന്നൊന്നുമില്ല, 2 ടീസ്പൂണ് പാല് മതി. അതും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ ചൂടിൽ നിന്ന് ഇരുന്നിട്ട് അതും കൂടി ഒന്ന് നന്നായിട്ട് ഈ ഒരു ചോക്ലേറ്റിന്റെ കൂടെ മിക്സ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഏകദേശം 1 ടേബിൾ സ്പൂൺ ബട്ടർ ആണ് ഇട്ട് കൊടുക്കുന്നത്. അത് അൺസാൾട്ടഡ് ബട്ടർ ആണ്. അപ്പൊ ഉപ്പില്ലാത്ത ബട്ടർ വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ കട്ടിയായിട്ടുള്ള ബട്ടർ ആയതുകൊണ്ട് തന്നെ 1 ടേബിൾ സ്പൂൺ ആണ് അതിന്റെ കണക്ക് വരുന്നത്. അത് ഇപ്പോ നമ്മൾ ഈ ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ തന്നെ അതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. 50 ഗ്രാം ഡാർക്ക് ചോക്ലേറ്റില് 2 ടീസ്പൂണ് പാൽ ഒഴിച്ചു കൊടുത്തു. അതിന്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ നമ്മളൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ മധുരത്തിന് വേണ്ടിയിട്ട് നമുക്ക് പൊടിച്ച പഞ്ചസാരയാണ്. അത് ഏകദേശം 1 ടേബിൾ സ്പൂണോളം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. മധുരം കുറവ് മതി എന്നുള്ളവർക്ക് പഞ്ചസാരന്റെ അളവ് കുറച്ച് കൊടുക്കാം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പൊടിച്ച പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കണം. നമ്മൾ നോർമല് പഞ്ചസാര ഇട്ട് കൊടുക്കുമ്പോൾ ഈ ഒരു ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ അതങ്ങനെ മെൽറ്റായി വരണമെന്നില്ല. അപ്പോൾ പൊടിച്ച പഞ്ചസാര ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു ചോക്ലേറ്റ് സോസിൽ പെട്ടെന്ന് തന്നെ നമുക്ക് മെൽറ്റായി കിട്ടും. ഇനി നമുക്ക് ആ ചൂടോട് കൂടി തന്നെ ഈ ഒരു സ്ട്രോബെറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്സിൽ നിന്ന് വേറൊരു പാത്രത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. നിങ്ങൾ എന്തായാലും സ്ട്രോബെറി കിട്ടിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റ് ആയിരുന്നു. നമ്മൾ ഈ റീൽസിലൊക്കെ കാണുമ്പോൾ നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാൻ തോന്നും, പക്ഷെ എന്തായാലും നിങ്ങൾ കഴിച്ചു നോക്കേണ്ട ഒരു ഐറ്റം കൂടിയാണ്. നമ്മുടെ ഈ ഒരു സ്ട്രോബെറിയിൽ ചെറിയൊരു പുളിപ്പുണ്ടാവും. ആ ഒരു പുളിപ്പും നമ്മുടെ ഈ മിൽക്ക് ചോക്ലേറ്റിന്റെ മധുരവും ഒക്കെ കൂടി ചേരുമ്പോൾ നല്ല ടേസ്റ്റ് ആണ് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ എല്ലാവരും ഈ ഒരു ഡെസേർട്ട് എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യണേ. ഇനി ഞാനിവിടെ സ്ട്രോബെറി ഷേക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു 4-5 സ്ട്രോബെറി ഞാൻ മാറ്റി വെച്ചിരുന്നു. അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഒരു 2-3 സ്ട്രോബെറിയും ചെറുതൊരു 2-3 ഇട്ട് കൊടുത്തിരുന്നത്. ഇതിപ്പോ ഒരാൾക്ക് കുടിക്കാനുള്ള ആ ഒരു ക്വാണ്ടിറ്റിയിലാണ് ഞാൻ കാണിക്കുന്നത്. ഇതിലേക്ക് ഞാനിവിടെ 1/2 ഗ്ലാസ് തണുത്ത പാലാണ്, അതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുത്തത്. അതുപോലെ തണുത്ത വെള്ളം ഒരു 1/2 ഗ്ലാസ് ഒഴിച്ചു കൊടുക്കുക. നല്ല തിക്കായിട്ടുള്ള പാൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് ഐസ്ക്രീം ഒക്കെ ഇട്ട് കൊടുത്തിട്ട് അടിച്ചു കൊടുത്ത് ഒന്നും കൂടി ബ്രിക്കായി കിട്ടും. പക്ഷെ ഞാനിവിടെ എടുത്ത പാല് കുറച്ച് അത്യാവശ്യത്തിന് കട്ടിയുള്ളത് കൊണ്ട് തന്നെ ഞാനിവിടെ ഐസ്ക്രീം ഒന്നും ഇട്ട് കൊടുക്കുന്നില്ല. നമ്മുടെ സ്ട്രോബെറി ഷേക്കും റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരു പാക്കറ്റ് സ്ട്രോബെറി വാങ്ങിക്കഴിഞ്ഞാൽ അതിൽ ഷേക്കും ഇതുപോലെ ഇങ്ങനെ ചോക്ലേറ്റ് സോസും ഒക്കെ ഉണ്ടാക്കിയിട്ട് സ്ട്രോബെറിയിൽ വെച്ച് കഴിക്കാൻ പറ്റും. ഈ 2 ഐറ്റംസും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മറക്കാണ്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമന്റ് ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി വീഡിയോസ് ഇടാൻ പറ്റുള്ളൂ. അപ്പൊ ഇതുപോലെ വ്യത്യസ്തമായിട്ട് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്